ശാശ്വത സമാധാനം ഉറപ്പാക്കും വരെ യുക്രൈനൊപ്പം നിൽക്കുമെന്ന നാറ്റോ. റഷ്യയ്ക്ക് യുക്രൈൻ യുദ്ധം തുടരാൻ ആവാത്ത അവസ്ഥ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാന ചർച്ചകൾ ആരംഭിക്കണമെന്ന് നാറ്റോ സൈനിക വിഭാഗം ചെയർമാൻ ജുസിപ്പി കവോ ഡ്രാഗോൺ പറഞ്ഞു. പുടിൻ്റെ യുക്രൈൻ യുദ്ധതന്ത്രം പാളിയതായും നാറ്റോ സൈനിക സമിതി അധ്യക്ഷൻ പറഞ്ഞു. നിലവിൽ യുക്രൈനിലെ റഷ്യൻ സൈനിക നീക്കം ദുർബലമായത് ഇതിന് തെളിവെന്നും ജുസിപ്പി പറഞ്ഞു. റഷ്യയുടെ ബ്യൂർവെസ്നിക് പോസിഡോൺ മിസൈൽ സംവിധാനങ്ങളെ ഭയക്കുന്നില്ല എന്നും 32-അംഗ നാറ്റോ സഖ്യത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾക്കാകുമെന്നും സൈനിക സമിതി അധ്യക്ഷൻ പറഞ്ഞു. വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു. ഐസൻ, വിശദാംശങ്ങൾ. സമാധാനം പുനഃസ്ഥാപിക്കും വരെ നിലകൊള്ളുമെന്ന ഉറച്ച നിലപാടാണ് സൈനിക വിഭാഗം മേധാവിയുടെ ഭാഗത്തു നിന്നും രണ്ടാമതും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നാറ്റോ സഖ്യം അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് പലതവണ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടായെങ്കിൽ കൂടി ഇപ്പോൾ സൈനിക വിഭാഗം മേധാവി ഇക്കാര്യം അസന്നിഗ്ധമായി പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം നടക്കുന്ന യുക്രൈൻ യുദ്ധത്തെ വിലയിരുത്തുന്നുമുണ്ട്. ആ വിലയിരുത്തലിൽ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നതും അത് അദ്ദേഹം വ്യക്തമാക്കുന്നതും തീർച്ചയായും ഇപ്പോൾ റഷ്യ ഒരു പ്രതിരോധത്തിന്റെ പാതയിലാണ്. അതായത് യുക്രൈൻ യുദ്ധം തുടരാനാവാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നൊരു നിരീക്ഷണമാണ് നാറ്റോയ്ക്കുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അത് ശക്തമായ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെ പിന്തിരിപ്പിക്കുന്നതും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് യുദ്ധം നീണ്ടുപോവുക എന്നല്ലാതെ അതിനെ ഒരു പരിഹാരം, അല്ലെങ്കിൽ റഷ്യ ഉദ്ദേശിക്കുന്ന ഒരു പരിഹാരമോ ഒരു പിടിച്ചടക്കലോ നടപ്പാക്കാനുള്ള ഒരു സാധ്യത റഷ്യക്കില്ല എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ജുസപ്പയുടെ വാക്കുകൾ തന്നെ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ഒന്നും തന്നെ താങ്കൾ ഭയക്കുന്നുമില്ല. മാത്രമല്ല, ശാശ്വത സമാധാനം ഉണ്ടാകും വരെ യുക്രൈനോടൊപ്പം നിലകൊള്ളുക തന്നെ ചെയ്യുമെന്നും അറിയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ അടുത്ത ദിവസങ്ങളിൽ ബ്യൂർവെസ്നിക് അതുപോലെ തന്നെ പോസിഡോൺ എന്നീ പേരുകളിൽ, അതായത് ബ്യൂർവെസ്നിക് എന്ന് പറയുന്ന ന്യൂക്ലിയർ എനർജിയിൽ സഞ്ചരിക്കുന്ന മിസൈലും അതേ ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ച് പ്രൊപ്പൽ ചെയ്യുന്ന ഒരു ഡ്രോണും, വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഡ്രോണും റഷ്യ പരീക്ഷിച്ചിരുന്നു. ഈ രണ്ട് പരീക്ഷണങ്ങളും അത്യാധുനികമായ ആയുധ സംവിധാനങ്ങളാണ്. ഇത്തരം ആയുധ സംവിധാനങ്ങൾ റഷ്യ പരീക്ഷിക്കുന്നതുകൊണ്ട് റഷ്യയെ ഭയക്കുന്നില്ല എന്നും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. തീർച്ചയായും 32 അംഗ രാജ്യങ്ങളുള്ള നാറ്റോ സഖ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യുമെന്ന ഒരു സൂചന തന്നെയാണ് ശാന്തമായ ഭാഷയിൽ സൈനിക മേധാവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം അവർ കണ്ടിട്ടില്ല. മാത്രമല്ല, റഷ്യക്കെതിരായ അതിശക്തമായ ഉപരോധങ്ങളിൽ വലയുന്നൊരു പശ്ചാത്തലം കൂടി റഷ്യക്കുള്ളതിനാൽ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാവില്ല. ഇത്രയും നീണ്ടുപോയത് തന്നെ ദുർബലമായ റഷ്യയുടെ യുദ്ധതന്ത്രത്തിന്റെ തെളിവാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. തീർച്ചയായും ഒരു ശാശ്വത സമാധാനത്തിലേക്കുള്ള നീക്കത്തിന് ശക്തമായ സൈനിക പിന്തുണ നാറ്റോയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൻ.